ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞങ്ങൾ സംസാരിച്ച ഒരു മണ്ഡലമാണ് വടകര. പാനൂരിന്റെ ബോംബ്, പിന്നീട് ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അത് ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. പക്ഷെ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ടീച്ചർ പറയുന്നത്. ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞു, അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു. അത് ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അല്ല, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഉറച്ചു നിന്നോട്ടെ. അവരെവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത്, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത് എന്റെ തീരുമാനമല്ലല്ലോ. അവരെവിടെയാന്ന് വെച്ചാൽ ഉറച്ചു നിന്നോട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഷാഫിയുടെ പിന്നിൽ ഒരു സംഘമുണ്ട് എന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു സംഘം ഉണ്ടോ? ഉണ്ട്. എന്റെ പിന്നിലും എന്റെ ഒപ്പവും എന്റെ മുന്നിലും ഒക്കെ വടകരയിലെ ഒരു സംഘം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അവരുടെ തേരിൽ കയറിയിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. വീഡിയോ നിർമ്മിക്കുന്ന സംഘത്തെ കുറിച്ചാണ്. അങ്ങനെ വീഡിയോ തന്നെ ഇല്ലല്ലോ, പിന്നെ ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? വ്യാജ വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ചില വാർത്തകൾ തെറ്റായി കോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ എന്നുള്ളതാണ്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. പിന്നെ കെ രമ നടത്തിയ പത്രസമ്മേളനം 1.5 മിനിറ്റിന്റെ ഉള്ളിൽ 50 എഡിറ്റ് വെച്ചിട്ട് ഒരു സാധനം കഴിഞ്ഞ ദിവസം ഇറങ്ങി. എന്താ അതിൽ പോലീസ് കേസും അറസ്റ്റും നടത്താത്ത? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വ്യാജ വീഡിയോ ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നടന്ന ചർച്ചകളിൽ വന്ന കമന്റുകൾ, സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ, അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇല്ലെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറയണത്. എനിക്ക് ഉമ്മയില്ലേന്നാ ചോദിച്ചേ. നിങ്ങൾ ആരും കൺസേൺഡ് അല്ലല്ലോ. നിങ്ങൾ പോലും ചോദിച്ചില്ലല്ലോ ഷാഫിയുടെ ഉമ്മയില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നില്ലേ? പിന്നെ ചൂടാണ്ട് ഇല്ല. അതോ ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്ത് ഷാഫിക്ക് വിഷമമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് അതൊരു മാനസിക പ്രയാസമായോ? ഇല്ലാത്തൊരു നിങ്ങൾ ചോദിക്കാൻ മറന്നു പോണെന്താ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ശരി, വ്യാജ വീഡിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ അടിയിൽ വന്ന കമന്റ് വിഷമമായോ എന്ന് ചോദിക്കാൻ എന്താ ഇത്ര താല്പര്യം? ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട്. ഒരു ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എനിക്ക് ഉമ്മയില്ലേ എന്നാ ചോദിച്ചേ. എനിക്ക് അമ്മയില്ലേ എന്ന് വെച്ചാൽ അമ്മ ഉള്ളവർക്ക് നിരക്കാത്ത പണി ഞാൻ എടുത്തു എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെ ഒരു സാധനമേ ഇല്ലാന്ന് പിന്നെ അംഗീകരിച്ചില്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതെന്താ നിങ്ങൾക്ക് ഒരു സീരിയസ് കൺസേൺ ആവാത്തെ? അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റിലേക്ക് പെട്ടെന്ന് പോകുന്ന എന്താ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ തന്റെ എതിർ സ്ഥാനാർത്ഥി തരം താണ പ്രചരണം നടത്തിയെന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? തടയരുത്. ഇന്നേ വരെ ഷാഫി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോളൂ. ഉണ്ടോ? എന്താ ഉറക്കം വരുന്നു. ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. രമ്യ ഹരിദാസിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വാർത്തയാക്കി? അതിനങ്ങനെ പോവാതെ അടുത്ത ചോദ്യത്തിൽ തിരക്കൂട്ടാതെ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ ഇവിടെ നടത്തിയ പിന്നെ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്താ പോലീസ് കേസെടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഏതൊരു എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ കൺസേൺ ആവുന്നുള്ളൂ. ഐ ആം കൺവിൻസ്ഡ്. എനിക്ക് നല്ല ക്ലാരിറ്റി ആ കാര്യത്തിലുണ്ട്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നൊരു പ്രചരണം നടന്നോ ഇല്ലയോ? നടന്നല്ലോ. വീഡിയോ അല്ല, അങ്ങനെ ഒരു മോർഫ് ചെയ്ത ഒരു ഫോട്ടോയും ചർച്ച ഷാഫിക്ക് ഗുണകരമാകുമെന്നാണോ? എനിക്ക് ആ ചർച്ചയുടെ ഗുണം വേണ്ട. ഞാനല്ലല്ലോ ഇത് ചർച്ചയാക്കിയത്, ഞാനല്ലല്ലോ പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞത്, ഞാനല്ലല്ലോ പിന്നെ അതില്ല എന്ന് പറഞ്ഞത്, ഞാനല്ലല്ലോ അത് പിന്നെ ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എന്താ പ്രസംഗിച്ചേ? ഞാൻ ഈ കഥയുടെ വല്ല എക്സ്പ്ലനേഷൻ ആണോ നടത്തിയത്? ഞാൻ എന്റെ പ്രസംഗം ഫുള്ള് അത് എന്റെ സ്റ്റാൻഡാണ്. അതെന്റെ പോളിസിയാ. എനിക്ക് അങ്ങനെ വ്യക്തിഹത്യ നടത്തിയിട്ട് ജയിക്കണ്ട. അതല്ലാതെയാണെങ്കിൽ എനിക്ക് ജയിച്ചാൽ മതി. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഒരു കാര്യം ചെയ്യും, ഇതിലും കുറച്ചും കൂടെ മാന്യമായിട്ട് ടീച്ചർ ഹെൽപ്പ് എന്നോട് ചോദ്യം ചോദിക്കും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.